ഞാനൊരു റെഡി ടു വെയർ സാരി മേടിക്കണമെന്ന് വിചാരിച്ച് ഓൺലൈനിലൊക്കെ നോക്കിയപ്പോൾ നല്ല വില കേട്ടോ. അങ്ങനെ പിന്നെ ഞാനെന്തോ ചെയ്തു, അത്യാവശ്യം തയ്ക്കാനൊക്കെ അറിയാവുന്ന ഞാൻ തന്നെ ഒരു സാരി എടുത്തതാണ്. ഇതേപോലെ അടിപൊളിയായിട്ടൊരു റെഡി ടു വെയർ സാരി തയ്ച്ചെടുത്തു. അപ്പോൾ ആദ്യം അതിന് വേണ്ടിയിട്ട് ഞാൻ ദാണ്ട് ഇങ്ങനെ എൻ്റെ നീളം കണ്ടോ, എനിക്ക് പൊതുവേ നീളം കുറവാണേ. അപ്പം അതാ എൻ്റെ നീളത്തിനനുസരിച്ച് എനിക്ക് ആവശ്യമുള്ളത്രയും അളന്ന് എടുത്തു. ഉണ്ടോ, ഇതേപോലെ വെച്ച് നോക്കി. അപ്പം മുകളിൽ നിന്ന് കുറേ മുറിച്ച് കളയേണ്ടി വരും. കാര്യം എനിക്കല്ലെങ്കിൽ ഞാനിത് ഒരുപാട് അകത്തോട്ട് വെച്ച് മടക്കിയൊക്കെ ഉടുക്കുമ്പോഴത്തേക്ക് ഒരുപാട് വണ്ണം തോന്നിക്കുമായിരുന്നു. നമുക്ക് പൊക്കം ഇല്ലാത്തവർക്ക് അങ്ങനെയാണല്ലോ. പ്രത്യേകിച്ച് പട്ടുസാരികളൊക്കെ ഇതേപോലെ മുകളിലും കസവുള്ളതാണെങ്കിൽ അതിന് കൂടുതൽ വണ്ണം തോന്നിക്കും. അപ്പം നമ്മൾ ഇങ്ങനെ പ്ലീറ്റൊക്കെ എടുത്ത് വരുമ്പോൾ ആ പ്ലീറ്റിൻ്റെ മടക്കും ഈ കസവും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് നല്ല വണ്ണം തോന്നിക്കും. അപ്പോൾ അങ്ങനെ വണ്ണം തോന്നാതിരിക്കാൻ വേണ്ടി ഞാനൊരു പരിഹാരത്തിനാണ് ഞാനിങ്ങനെ ഒരു ഐഡിയ തോന്നി ഞാൻ തന്നെ തയ്ച്ചെടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ആദ്യം ഉടുത്ത് നോക്കി. അങ്ങനെ എൻ്റെ നമുക്ക് എത്ര വരെ വേണം എന്നുള്ളത് വെച്ചൊക്കെ നോക്കി. അങ്ങനെ ആദ്യം ഉടുത്ത് നോക്കിയപ്പോൾ എന്താ കാണിക്കുന്നുണ്ടോ, തെറ്റാണ്. തിരിച്ചല്ലി ഉടുക്കുന്നത് നമ്മൾ സാരി. എടുത്തു വന്നപ്പോൾ എന്താ കിടക്കുന്നു, തുമ്പ് ഒരു സൈഡിലോട്ട് ഇപ്പുറത്തെ സൈഡിലോട്ടായി. പിന്നെ അതെല്ലാം മാറ്റി വെച്ച് എല്ലാം മാച്ച് കളഞ്ഞ് വെച്ച് വീണ്ടും ഒന്ന് തന്നെ തുടങ്ങുക. ഒരു 12 ഇഞ്ച് വരെയുള്ള ഇറക്കം നമുക്ക് ഇവിടെ നിന്നോട്ട് വേണം. നമുക്കിതൊന്ന് ഉടുത്ത് നോക്കാം. നമുക്കിത് ഉടുത്ത് നോക്കാം. ഇറക്കം വെച്ചിട്ട് സാധാരണ സാരി ഉടുക്കുന്ന പോലെ നമുക്ക് ഈ തുമ്പ് എത്ര വേണം എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് എടുത്ത് നോക്കാം. വെറുതെ ഒക്കെ എടുത്ത് നോക്കിയാൽ എത്ര വേണം തുമ്പെന്ന് അറിയാൻ മാത്രം. ഇത്രയും തുമ്പ് വേണം. നമുക്ക് അത് എത്ര എണ്ണം നോക്കാം. അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു പിന്ന് കുത്തി വെച്ചാലും മതി. നമുക്ക് ഇത്രയും വേണം ബോർഡർ, ഇത്രയും ബോർഡർ. ഇത്രയും തുമ്പ് വേണം. അതനുസരിച്ച് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു പിന്ന് കുത്തി കൊടുക്കണം. ഇനി നമ്മളിവിടെ റെഡിയാക്കണം. അപ്പം തുമ്പ് വേണമെങ്കിൽ കുറച്ച് ഇട്ടോണം. ഇനി ഇവിടെ റെഡിയാക്കി ഇവിടെ എല്ലാം റെഡിയാക്കിയിട്ട് എവിടെ വരെയാണ് നമുക്കിത് വേണ്ട, ഈ തുമ്പ് നമ്മളിങ്ങനെ കുത്തുന്ന ഒരു തുമ്പുണ്ടല്ലോ, ആ തുമ്പ് എവിടം വരെയാണ് വേണ്ടതെന്ന് നോക്കി അതിന് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് നമുക്കതിനൊരു പിന്നൂടെ കുത്തി ഇതേപോലെ ഒരു പിന്നെടുത്ത് ഇവിടെ ഒരാളവിനെ നോക്കിയില്ല കുത്തി വെക്കണം. കണ്ടോ, അതാണ് ഇവിടം വരെയുള്ള അളവ്. ഇനി ബാക്കി നമ്മൾ ഇവിടെ നിന്നോട്ട് 12 വരെ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ, ചുറ്റി നോക്കണം. കണ്ടോ, അപ്പം ഇവിടം വരെയാണ് നമ്മൾ ചുറ്റുന്നത്. അപ്പം നമുക്ക് ഇവിടം വരെ എത്ര ഉണ്ടെന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് ഇവിടെ നിന്നോട്ട് ബാക്കി ഈ പ്ലീറ്റ് ഇങ്ങനെ മടക്കാനും. അപ്പം അതിന് നമ്മൾ ഇവിടം വരെയുള്ള എൻ്റെ ആ വണ്ണം അതെത്ര ആണെന്ന് അറിയാൻ ഇത്രയാണ്. അപ്പം അതെത്രയാണെന്ന് നമുക്ക് നടന്നു നോക്കിയാലല്ലേ നമുക്ക് പറയാം, എടുക്കാം, മുറിക്കണ്ടേ. ഇവിടെ അങ്ങോട്ട് നമുക്ക് ഒരുപോലെ ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഉള്ള അളവെടുക്കാം. കണ്ടോ, 43 ഇഞ്ച്. 43 ഇഞ്ചാണ് നമുക്ക് ഈ വണ്ണം, എൻ്റെ ഈ വണ്ണം, ഈ വയറിൻ്റെ വണ്ണം എന്ന് പറയുന്നത്. ഇങ്ങനെ ഉടുക്കാനുള്ള, പിടിച്ചുടുക്കാനുള്ള വയറിൻ്റെ വണ്ണം കഴിഞ്ഞ് ഇത്രയും കൂടെ വേണം. 43
21 ഇഞ്ച്. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഇറക്കം 12 ഇഞ്ച്. ഇനി നമുക്കത് മുറിച്ചെടുക്കണം. അത്ര ഇനി നമുക്ക് ഈ വണ്ണം ഇങ്ങനെ കാണുന്നു. ഈ വണ്ണം ഇങ്ങനെ പിടിച്ചില്ല, ആ ഒരു 43.5, ആ 43 ഇവിടെ നമുക്ക് എടുക്കണം. കണ്ടോ, 43 എടുത്തു, ഇതാ ഇവിടം വരെ. എന്നിട്ട് താഴോട്ട് നമ്മൾ ഇങ്ങനെ ഒരു 12 എടുത്തായിരുന്നല്ലോ, ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഇറക്കം, നമുക്ക് വേണ്ടാത്ത മുറിച്ച് കളയേണ്ട ഭാഗം. അപ്പം അത് നമ്മൾ ഈ 43 എടുത്തിടത്തുനിന്ന് നമ്മൾ ഇങ്ങനെ എടുക്കണം. കണ്ടോ, 12 ഇത്രയാണ് നമുക്ക് മുറിച്ച് കളയേണ്ട പോർഷൻ. അത് തന്നെ നമുക്ക് ഇവിടുന്ന് എടുക്കാം. ഉണ്ടോ, 12 ഇത്രയും ഭാഗം നമുക്ക് വേണ്ടാത്തത്. ഇത് നമ്മൾ എവിടം വരെ എടുക്കണം എന്നറിയാവോ? നമ്മൾ ഇങ്ങനെ ഇടാൻ വേണ്ടി ഇവിടെ നിന്ന് കുത്തി, ഇവിടെ ഒരു സെറ്റ് ഇപ്പം കുത്തിയില്ലേ, പിന്നെ കുത്തി വെച്ചിട്ടുണ്ട് നമ്മൾ, അവിടം വരെ നമ്മൾ ഇതിങ്ങനെ വരച്ച് ഈ 12 ഇഞ്ച് താഴെ ഇറക്കണം. അത് നമ്മൾ എവിടെ ആയിരുന്നു വെച്ചത് നമുക്ക് നോക്കാം. നമ്മുടെ ആ പിന്ന് നമ്മൾ കുത്തിയായിരുന്നല്ലോ, അത് നോക്കാം. ഇവിടം വരെ കണ്ടോ. നമുക്ക് ഈ വരച്ചത് അങ്ങോട്ട് നീക്കിയിട്ടിട്ട് വരയ്ക്കാത്ത ഭാഗം ഇട്ടിട്ട് കൊടുക്കാം. മടക്കാം. നമ്മുടെ ഇവിടെ നിന്ന് ഇതുപോലെ 12 ഇവിടെ നിന്ന് താഴോട്ട് വരച്ചു. അത് പിന്നെ ഇവിടെ കിടന്നോട്ടെ, പിന്നെ നമുക്ക് ലാസ്റ്റ് എടുക്കാം. നമുക്ക് ഈ 12 ഇഞ്ച് ഇങ്ങനെ വരച്ച് നമ്മുടെ ആ ആദ്യത്തെ വര ഉണ്ടല്ലോ, അവിടെ വരെ നമുക്കിതുപോലെ ഇതുപോലെ വരച്ചെടുത്തു. കണ്ടോ, ഇനി നമുക്കിതിങ്ങനെ മുറിച്ച് കളയണം. മുറിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ നിന്ന് ഇത് കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ ചരിച്ചു വേണം മുറിക്കാൻ. ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് കണ്ടോ, ഇങ്ങനെ ഇങ്ങനെ വേണം മുറിക്കാൻ. ഓക്കെ, മുറിച്ചെടുത്തു. ഈ ഭാഗം ഇങ്ങനെ വെട്ടിയെടുക്കണം. കാര്യം നമുക്ക് ഇതിവിടെ ഇങ്ങനെ വെച്ച് പിടിപ്പിക്കാനായിട്ട്. നമ്മുടെ പ്രേക്ഷകർക്ക് ഉപകാരമുള്ളത് വേണമല്ലോ എന്ന് വെച്ചിട്ടാ സാരി ഉടുക്കണം കല്യാണത്തിന് പോകുമ്പോൾ. അപ്പം ഞാൻ തന്നെ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് തയ്ക്കാം എനിക്ക് എന്ന് ഞാൻ തന്നെ കണ്ടുപിടിച്ചൊരു മാർഗ്ഗമാണിത്. നമ്മൾ വെളിയിലൊക്കെ കൊടുത്ത് തയ്പ്പിക്കണമെങ്കിൽ ഒരുപാട് രൂപയാവും. പിന്നെ നമ്മുടെ അളവിന് ഇപ്പം നമുക്ക് കിട്ടണമെന്നില്ല. തന്നെ നമ്മൾ ചിലപ്പോൾ ഇത് ഒരു ഉടുപ്പൊക്കെ ഉടുക്കത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി വെറുതെ കാശുകളുണ്ടല്ലോ. വേണ്ട, നമ്മളിതിങ്ങനെ മുറിച്ചെടുത്തു. ഇനി നമുക്കിത് തയ്ക്കാം. നമ്മളെല്ലാം മുറിച്ച് എല്ലാം എടുത്തു, ആവശ്യമുള്ള ഭാഗങ്ങളൊക്കെ ഇനി നമുക്കിത് തയ്ക്കാം. അപ്പം നമ്മൾ ആ ഒരു കസവിൻ്റെ ഭാഗം മുറിച്ചെടുത്തില്ലേ, അത് നമ്മൾ ആ സാരിയുടെ മുകൾ ഭാഗത്തോട്ട് വെച്ച് നമ്മൾ പാവാടയ്ക്കൊക്കെ പടി വെക്കുന്ന പോലെ
ഇതേപോലെ വെച്ച് അകത്തോട്ട് മടക്കി അടിക്കണം. നമുക്ക് അവിടെ നാട കയറ്റിയിട്ട് നമുക്കിങ്ങനെ ഉടുക്കുന്ന ഭാഗം വെച്ച് കെട്ടാനായിട്ടാണ്. അപ്പോൾ അതിങ്ങനെ നമ്മൾ ആ മുറിച്ചെടുത്ത ആ കസവിൻ്റെ ഭാഗം അതൊരേപോലെ വെച്ച് അടിക്കണം. ഇനി ഇതിങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മൾ ആദ്യം അളവെടുത്ത് മുറിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഇറക്കത്തിനിട്ട് എടുക്കുവാണെങ്കിൽ ഈ സാരിയിൽ നിന്ന് തന്നെ നമുക്ക് മടക്കി അടിക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ കസവായതുകൊണ്ടാണ് ഞാനങ്ങനെ മുറിച്ചെടുത്തത്. എന്നിട്ട് വീണ്ടും അതിങ്ങനെ വെച്ച് തയ്ക്കാനായിട്ട് ആ കസവിൻ്റെ ഭാഗം വരാനായിട്ട് ഞാനിങ്ങനെ ഒരേപോലെ മുറിച്ചെടുത്തതാണ്. അല്ല നീളം കൂട്ടിയെടുക്കുവാണെങ്കിൽ നമുക്ക് പാവാട തയ്ക്കുന്നത് പോലെ തന്നെ മടക്കി അടിക്കുന്ന പാവാടയും വേറെ പടി വെച്ച് തയ്ക്കുന്ന പാവാടയും ഉണ്ടല്ലോ. അപ്പോൾ അതേപോലെ നമ്മൾ ആ പ്ലീറ്റ് എടുക്കാനാകുന്ന വരെയുള്ള ആവശ്യം പാവാട പോലെ മടക്കി അടിക്കണം. എന്നിട്ട് കണ്ടോ, ഇതേപോലെ ഒരു നാട എടുത്ത് അതിനകത്തേക്ക് കയറ്റി കൊടുക്കണം. അപ്പം നമുക്ക് ഉടുക്കാൻ നേരം ഇതിങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്കിതിങ്ങനെ കയറ്റി വെച്ച് പാവാട ഉടുക്കുന്നത് പോലെ ഉടുക്കാം. കണ്ടോ, ഇതിപ്പം നമ്മുടെ കറക്റ്റ് നമ്മുടെ നീളം എടുത്തിട്ട് വേണം ഉടുക്കാൻ. ഇതേപോലെ കണ്ടോ, ഇങ്ങനെ വെച്ച് പാവാട കെട്ടുന്നത് പോലെ കെട്ടിക്കഴിഞ്ഞാൽ അഴിഞ്ഞു പോകാതെ അവിടെ ഇരിക്കുകയും ചെയ്യും. നമുക്കിങ്ങനെ അകത്തേക്ക് നമ്മൾ ഒരുപാട് മടക്കി കുത്തിക്കയറ്റി വെക്കണ്ടല്ലോ. പാവാടയ്ക്കകത്തേക്ക് നമ്മൾ പൊക്കമില്ലാത്തവർ ഒരുപാട് വീതിയിൽ നമുക്ക് അകത്തേക്ക് മടക്കി വെക്കണം. ഇനി നമ്മൾ അടുത്തതായിട്ട് പ്ലീറ്റാണ് എടുക്കാൻ പോകുന്നത്. നമ്മുടെ ഫ്രണ്ടിൽ താഴ്വശത്തായിട്ട് വരുന്ന ആ പ്ലീറ്റില്ലേ, ഇതേപോലെ മടക്കി എടുക്കണം. അപ്പം നമുക്ക് എത്രയാണോ തുമ്പ് വേണ്ടത് അത് നമ്മളവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിങ്ങനെ ചുറ്റി നമ്മൾ ഫ്രണ്ടിൽ എടുക്കുമല്ലോ, അതുവരെയുള്ള നീളം നമുക്കിതുപോലെ ആവശ്യത്തിനുള്ള പ്ലീറ്റ് എത്ര ആണോ എടുക്കുന്നത്, ചിലർ 4 എടുക്കും 5 എടുക്കും, അത് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള പോലെ എടുക്കണം. അവരവരുടെ വണ്ണത്തിനനുസരിച്ച് എടുത്തു. അപ്പം ഞാനിവിടെ 6 പ്ലീറ്റോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനി നമുക്ക് ആ പ്ലീറ്റിൻ്റെ മുകൾ വശം അതൊന്ന് ഒരേപോലെ ആക്കി അടിച്ചു കൊടുക്കണം. അപ്പോൾ ഇനി ഇതൊന്ന് തേക്കണം കേട്ടോ. ഇത് തേക്കുന്ന ടൈപ്പുള്ള സാരിയാണ്, അതുകൊണ്ട് നമുക്ക് പ്ലീറ്റ് ഒരുപോലെ ഇങ്ങനെ വെച്ച് അതിങ്ങനെ തേച്ച് കൊടുക്കണം. ഇത് അടിച്ചു കഴിഞ്ഞാലും മതി. ഇതിപ്പോൾ മുകൾ വശം ഒരേപോലെ കിട്ടുന്നത് കൊണ്ട് ഞാനങ്ങനെ പ്ലീറ്റ് എടുത്തിട്ട് അതൊന്ന് അടിച്ചു. കണ്ടോ, ഇത് നമ്മുടെ മുന്താണി നമ്മൾ പിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് നമ്മളിങ്ങനെ ഒന്ന് ഇട്ട് നോക്കി നമ്മളെവിടെ വരെയാണോ പ്ലീറ്റ് അവസാനിപ്പിക്കേണ്ടത് നോക്കി എടുക്കണം. ഇത് കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ പ്ലീറ്റ് ഞാൻ തേച്ച് കൊടുത്തെന്ന്. ഇത് പെട്ടെന്ന് ചുളുങ്ങുന്ന ടൈപ്പ് സാരിയാണ്. അപ്പം ഞാനത് പ്ലീറ്റ് ഒരേപോലെ എടുത്ത് അതെല്ലാം തേച്ച് കൊടുത്തു. ഇത് നമ്മുടെ മുന്താണിയാണ്, അതും തേച്ച് കൊടുത്തു. തേച്ച് കഴിഞ്ഞാൽ അതുപോലെ അവിടെ ഇരുന്നോളും. അങ്ങനത്തെ ഒരു ടൈപ്പ് സാരിയാണ് ഇത്. അപ്പം നമ്മുടെ റെഡി ടു വെയർ സാരി റെഡിയായി. ഇനി അതെല്ലാം ഒന്ന് തേച്ച് ഒരേപോലെ മടക്കിയെടുക്കുമ്പോൾ ആദ്യം നമ്മൾ ആ മുന്താണി വശം മടക്കിയിട്ട് നമ്മൾ പ്ലീറ്റിൻ്റെ അവിടെ മുകളിലേക്ക് വെച്ച് വേണം മടക്കിയെടുക്കാൻ. എന്നിട്ട് മടക്കി നമുക്ക് ഇത് മാത്രം ഒരു കവറിലേ വെക്കാൻ പറ്റുള്ളൂ കേട്ടോ. നമ്മൾ മറ്റേ സാധാരണ സാരി ഒതുക്കി മടക്കുന്ന പോലെ ഇത് മടക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇനി നമുക്കിത് ഉടുത്തത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമ്മൾ ആ റെഡി ടു വിയർ സാരി തയ്ച്ചില്ലേ, അതാണിത്. പാവാട പോലെ ഉടുത്തു, പിന്നെ ഈ പ്ലേറ്റ് എല്ലാം തേച്ച് അതുപോലെ ഇട്ടു, ഈ മുന്താണി ഇട്ടു. 5 മിനിറ്റ് കൊണ്ട് ഞാൻ സാരി ഉടുത്തു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് പൊക്കം ഇല്ലാത്തവർക്കും ഇനി പട്ട് സാരി ഉടുക്കാം. അടിപൊളിയല്ലേ? വണ്ണം തോന്നിക്കത്തില്ല. വയറൊക്കെ ഞാൻ മറ്റേ സാരിയൊക്കെ ഞാൻ ഉടുക്കുമ്പോൾ ഇങ്ങനെ ഇത്രയും വയറൊക്കെ വരുമായിരുന്നു. ഇപ്പം ഞാനത് ഇത്രയും ഭാഗം ഞാൻ വെട്ടിക്കളഞ്ഞു. ഇത്രയും ഭാഗം വെട്ടിക്കളഞ്ഞിട്ട് ഇപ്പം കണ്ടോ, അടിപൊളിയല്ലേ? നമുക്ക് ചിറ്റാടി വയ്ക്കാം. എങ്ങനെയുണ്ട് ഈ നല്ലല്ലേ? കണ്ടോ, ഞാനതെല്ലാം വെട്ടി ഇതെല്ലാം മുന്താണി എല്ലാം എടുത്ത് വെച്ചു. ഇവിടെ താക്കുന്ന ഭാഗം ഞാൻ മുറിച്ച് കളഞ്ഞു ഒരുപാട്. ഇവിടെ ഇങ്ങനെ പാവാട പോലെ തയ്ച്ചു, അത് കൂട്ടി വെച്ച് തയ്ച്ചു. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു കെട്ട് വെച്ചു. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ റെഡി ടു വെയർ സാരി തയ്ച്ചത്? ശരിയായോ? അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഒന്ന് അറിയിക്കണേ, എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഞങ്ങളൊരു മഞ്ഞക്കിളികളെല്ലാം കൂടി ഒരു കല്യാണത്തിന് പോയില്ലേ, ആ ദിവസം എടുത്ത വീഡിയോ ആയിരുന്നേ ഇത്. പിന്നെ ബിന്ദുവിന് പിന്നെ നേരത്തെ തന്നെ നല്ലതായിട്ട് സാരി ഉടുക്കാൻ അറിയാം. അവർക്കൊക്കെ എന്നെക്കാട്ടി കുറച്ചുകൂടെ പൊക്കം ഉള്ളതുകൊണ്ട് അവർക്ക് നല്ല വൃത്തിയായിട്ട് ഇതേപോലെയൊക്കെ സാരിയൊക്കെ ഉടുക്കാൻ അറിയാം. അപ്പോൾ എൻ്റെ പൊക്കത്തിൻ്റെ അനുസരിച്ച് എനിക്ക് സ്വന്തമായിട്ടൊരു സാരി തയ്ച്ചെടുത്തു. ഇനിയൊരു കുഴപ്പമുണ്ട് ആ സാരിക്ക് കേട്ടോ, അത് എനിക്ക് മാത്രമേ ഉടുക്കാൻ പറ്റുള്ളൂ. അപ്പം നാളെ കാണാം. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.